ഞാൻ ഇപ്പോൾ ഒരു കേക്ക് കഴിച്ച് ഒരു 100 ഗ്രാമിന് 180 രൂപയേ ഉള്ളത്. വിചാരിതമായി വിശന്നപ്പോൾ വാങ്ങി കഴിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും ഇതൊക്കെ വളരെ പ്രത്യേകതയുണ്ട്, നല്ല രസമാണ്. ഇതിനകത്തൊരു സ്പൂണൊക്കെ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പം പറയുന്നത് നമ്മുടെ മഹേഷ് ചേട്ടനും ജോസേട്ടനും കൂടെ ഞങ്ങളൊരു ദമാമിൽ വെച്ച് ജോസേട്ടൻ്റെ വീട്ടിൽ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് ഒത്തുകൂടി. അപ്പോൾ അന്ന് മഹേഷ് ചേട്ടൻ ഒരു കേക്ക് കൊണ്ടുവന്നു, ഒരു പ്രത്യേകം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ സ്വീറ്റ്സ് അടങ്ങിയ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു കേക്ക്. ഇത് ശരിക്കും ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ അന്ന് അവിടെ വെച്ച് വാങ്ങി വാരി വലിച്ച് തിന്നു, ഒരുപാട് തിന്നു തീർത്തു എന്ന് പറയാം. പിള്ളേർക്ക് അതുപോലും കൊടുക്കാതെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് നിന്ന് കൈയിട്ടെടുത്ത് തിന്നുമായിരുന്നു. ആർത്തി പിടിച്ച അല്ലെങ്കിൽ ലഹനി പിടിച്ച കൊച്ചുങ്ങളെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ കഴിക്കുമായിരുന്നു. എൻ്റെ കേക്കുകളുടെ ഓർമ്മയിൽ ഏറ്റവും മനോഹരമായി നിന്നത് ആ കേക്ക് തന്നെയാണ്. പലയിടത്തും ഞാൻ വലിയ വീമ്പിൽ ഇച്ചിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് മഹേഷ് ചേട്ടനെയും ജോസ് ചേട്ടനെയൊക്കെ വർണ്ണിച്ച് ആ കേക്കിനെ കുറിച്ച് പലരോടും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഹണി റഷ്യൻ കേക്ക്, ഹൈവിൻ്റെ റഷ്യൻ ഹണി കേക്ക് കഴിച്ചപ്പോൾ ഞാൻ ഇതുപോലൊരു സാധനം കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപാരം തന്നെ, അതിമനോഹരവും അപാരവും എന്നൊക്കെ പറയുന്ന ഒരു ടേസ്റ്റാണിത്. മനോഹരമായ ഒരു കളറിലും അതിൻ്റെ ഒരു പാക്കിങ്ങിലും ഒക്കെ ഇട്ടിപ്പോൾ അത് കാണാനും ഒരു രസമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയും ഇതുമൊക്കെ എൻ്റെ സഹോദരങ്ങളോടൊന്ന് പങ്കുവയ്ക്കുമായിരുന്നു. അവിടെ ഇവിടെ ഇങ്ങനെ ഇതാണ് മറ്റേ ഗ്ലാസ് പോലെ നമുക്ക് അകത്ത് കാണുകയും ചെയ്യാം. ആ ടൈപ്പ് സാധനമാണ് ഇവർ ഉണ്ടാക്കി ഇറക്കിയിരിക്കുന്നത്. കേരളം മുഴുവനുണ്ട്, ഇതിന് വിപണനമുണ്ട്. ഈ വിലയാണിത്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഹൈവ് റഷ്യൻ ഹണി കേക്ക് എന്നാണ് ഇവരുടെ അതിൻ്റെ എന്തിയെ പോയി റഷ്യൻ ഹണി കേക്ക് എന്നാണ് ഇതിൻ്റെ ഇത് കണ്ടോ, ഒറിജിനൽ റെസിപ്പി ഹണി കേക്ക് ഹൈവ. അപ്പോൾ മഹേഷ് ചേട്ടന് അന്ന് കേക്ക് തന്നതിന് ഞാൻ ഒരിക്കലും നന്ദി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കഴിച്ചപ്പോൾ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അത്ര രുചികരമായ ഒരു കേക്ക്, ഒരു വലിയ കേക്കാണ് കൊണ്ടുവന്ന് മുറിച്ച് ആ ക്രിസ്മസിൻ്റെ ദമാമിൽ വെച്ച് കഴിക്കുകയും. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും വെള്ളം അടിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നെനിക്കൊരു ദുഃഖം തോന്നുന്നുണ്ട്, മഹേഷ് ചേട്ടൻ്റെ കൂടെ ഒരു പെഗ് അടിച്ചില്ല, ജോസ് ചേട്ടൻ്റെ കൂടെ ഒരു പെഗ് അടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുമുണ്ട്. ഞാൻ കടുത്ത ക്രിസ്തുവാദിയായതുകൊണ്ട് മദ്യത്തിൽ നിന്ന് അതിനോട് എനിക്കൊരു അലർജിയാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അലർജി ഇല്ലാതെയൊന്നും ഇല്ല എങ്കിലും. അപ്പോൾ മഹേഷ് ചേട്ടനൊക്കെ ഓർക്കുന്നു.